കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഓരോ രാശിയിലുമുള്ള നക്ഷത്രക്കാർ, നമ്മൾ 27 നക്ഷത്രക്കാരുണ്ട്. 27 നക്ഷത്രക്കാരെയും ഓരോ രാശിയിലും മേടം രാശി മുതൽ ഓരോ രാശിയിലുമുള്ള നക്ഷത്രക്കാർ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, ഞാൻ ഏത് ദേവതയാണ് ഉപാസിക്കേണ്ടത്, എനിക്ക് ഏത് ദേവതയെ ഉപാസിച്ചാലാണ് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാവുക, എനിക്ക് ആ ദേവതയുടെ മൂലമന്ത്രം ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഓരോ രാശിയിലും ഓരോ നക്ഷത്രക്കാരും ഉപാസിക്കേണ്ട ദേവതകൾ, അത് രാശി ബേസിലാണ്. മണ്ണിൽ പിറക്കുന്ന ഓരോ മനുഷ്യനും 12 രാശിയിൽ ഏതെങ്കിലും ഒരു രാശിയിലാണ് ജനിക്കുന്നത്. മേടം തൊട്ട് മേട, ഇടവം, മിഥുനം, കർക്കടം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ഇങ്ങനെ 12 രാശിയിൽ ഏതെങ്കിലും ഒരു രാശിയിലായിരിക്കും ജനിക്കുന്ന ഓരോരുത്തരും ജനിക്കുന്നത്. അവർക്ക് രാശിയില്ലാതെ ആരും ജനിക്കാറില്ല. ഏതെങ്കിലും ഒരു രാശിയിൽ അവരെ പെടുത്തിയിട്ടുണ്ടാവാം. 27 നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു രാശിയിൽ പെടും. അപ്പോൾ ഇതിലൊന്നിൽ ജനിക്കുന്നതായതുകൊണ്ട് രാശി അറിഞ്ഞ് അധിപന്മാരായ ദേവന്മാരെ തിരിച്ചറിഞ്ഞ് ആദ്യം നിങ്ങളുടെ രാശി എന്താണെന്ന് നോക്കണം. നിങ്ങൾ ഏത് രാശിയിലാണ് നിങ്ങളുടെ ജനനം, നിങ്ങളുടെ ദേവത ഏതാണ്, അതിൻ്റെ അധിപൻ ആരാണെന്ന് നോക്കണം. ഓരോ രാശിക്കും ഓരോ അധിപന്മാരുണ്ട്. അതിൻ്റെ ദേവതമാരാരാണെന്ന് നോക്കിയിട്ട് അവരെ സേവിക്കുകയോ അവരെ പൂജിക്കുകയോ അവരുടെ മന്ത്രങ്ങൾ സ്ഥിരം നമ്മൾ ജപിക്കുകയോ ഒക്കെ ചെയ്ത് യഥാശക്തി അവർക്കുള്ള വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗ്രഹപ്പിഴ ദോഷങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പലർക്കും ഗ്രഹപ്പിഴ ദോഷങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഈ പറയുന്ന ഉപാസനാ ദേവതകൾ എന്താണെന്ന് അറിയില്ല, പരദേവതകൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ അതിനെ കണ്ടുപിടിച്ച് അതിനെ ഉപാസിക്കുകയും അവർക്ക് വേണ്ട മന്ത്രങ്ങളും ജപങ്ങളും വഴിപാടുകളും ദാനങ്ങളും ഒക്കെ കൊടുത്താൽ, ഈവൻ അതിൽ ആ നിറത്തിൽ അവർക്ക് ദേവതകൾക്ക് ഇഷ്ടപ്പെട്ട നിറം പോലും ഉണ്ട്, അത് ധരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാവും. കുറേ കഷ്ടപ്പാടുകൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ശ്രീ മുരുകദേവനെ ഭജിക്കുക, സുബ്രഹ്മണ്യനെ ഭജിക്കുക. അശ്വതി, ഭരണി, കാർത്തിക മുരുകനെ ഭജിക്കുക. ഷഷ്ടി വ്രതം, വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി വ്രതം, എല്ലാ മാസവും 2 ഷഷ്ടിയാണ്. കറുത്ത ഷഷ്ടിയും വെളുത്ത ഷഷ്ടിയും ഉണ്ട്. അതിൽ കറുത്ത ഷഷ്ടിയല്ല വെളുത്ത ഷഷ്ടി നോക്കണം. ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുക. അത് വളരെ ഉത്തമമാണ്. എല്ലാ ചൊവ്വാഴ്ചയും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സുബ്രഹ്മണ്യന് എല്ലാ ചൊവ്വാഴ്ചയും സുബ്രഹ്മണ്യന് ദർശനം നടത്തുക. അന്നേ ദിവസം, ഈ ചൊവ്വാഴ്ച ദിവസം ഒരിക്കൽ മത്സ്യമാംസമൊന്നും കഴിക്കാതെ ഒരിക്കൽ മാത്രം അന്നം കഴിച്ച് രാത്രി ഉപവാസം എടുത്ത് ഒരിക്കൽ ഊണ് നിർബന്ധമാക്കുക. ഇങ്ങനെ ചെയ്താൽ ഇവർക്ക് കുറേ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ ദേവത മൂർത്തി സുബ്രഹ്മണ്യനാണ്. ഇടവൻ രാശിയിലുള്ള കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രക്കാരാണെങ്കിൽ ശ്രീ മഹാലക്ഷ്മിയെയാണ് സേവിക്കേണ്ടത്. മഹാലക്ഷ്മിയാണ് അവരുടെ ദേവത. വെള്ളിയാഴ്ചയാണ് മഹാലക്ഷ്മിയുടെ ദിവസം. വെള്ളിയാഴ്ച ദിവസം ഒരിക്കൽ നോറ്റ് അന്നത്തെ ദിവസം ഒരു വ്രതം പോലെ എടുത്ത് യഥാശക്തി വഴിപാടുകൾ നിങ്ങൾ ആ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് നിങ്ങളുടെ കയ്യിലുള്ള വഴിപാടുകൾ വെള്ളപ്പൂക്കൾ കൊണ്ടോ മഹാലക്ഷ്മി മന്ത്രങ്ങളോ മഹാലക്ഷ്മി ജപങ്ങളോ ഒക്കെ ജപിച്ച് നടത്തിയാൽ, അതുപോലെയുള്ള വഴിപാടുകളൊക്കെ നടത്തിയാൽ ഒരുപാട് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകുമെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇടവൻ രാശിയിലുള്ളവർ മഹാലക്ഷ്മിയെ ദേവതയെ ഉപാസിക്കാം. മിഥുനം രാശിയിൽപ്പെട്ട മകീരം 30 നാഴിക, അവസാനത്തെ 30 നാഴികയും തിരുവാതിര, പുണർദം കാൽക്കാർക്ക്, അതായത് പുണർദം നക്ഷത്രക്കാർക്ക് ശ്രീ മഹാവിഷ്ണുവിനെയാണ് ഉപാസിക്കേണ്ടത്. ഇവർ മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നത് മാത്രം കൂടാതെ എല്ലാ മാസവും ജനിച്ച നക്ഷത്രത്തിലെ പക്കപ്പിറന്നാൾ എന്ന് പറയും. ഈ പക്കപ്പിറന്നാൾ തോറും പുഷ്പാഞ്ജലി, മഹാവിഷ്ണുവിന് പുഷ്പാഞ്ജലി, പാൽപായസം, തുളസിമാല ഇവയൊക്കെ നടത്തി ഗ്രഹപ്പിഴകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ നോക്കുക. എല്ലാവരും വിചാരിക്കും എന്നും അമ്പലത്തിൽ പോയിരുന്നു ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ മാസത്തിൽ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ മിഥുനം രാശിയിലുള്ള പെട്ടവർക്ക് ദോഷമാണ്, പുണർത്ത നക്ഷത്രക്കാർക്ക് ദോഷമാണെന്ന് തോന്നുകയാണെങ്കിൽ മഹാവിഷ്ണുവിന്റെ ജപങ്ങളോ മഹാവിഷ്ണു സ്തോത്രങ്ങളോ ഒക്കെ എല്ലാ ദിവസവും പാരായണം ചെയ്യുക. അങ്ങനെ വല്ലപ്പോഴും മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്നൊരു ദിവസം, മാസത്തിൽ 28 ദിവസത്തിൽ ഒരു ദിവസമല്ലേ പുണർദം വരുന്നുള്ളൂ, ആ പുണർദം ദിവസം നിങ്ങൾ പോയിട്ട് മഹാവിഷ്ണുവിനെ ഭജിക്കുക.
അതിനാണ് രാശി അറിയണമെന്ന് പറയുന്നത്. രാശിക്കാർ ഇപ്പൊ പുണർദ നക്ഷത്രത്തിൽ 2 രാശി വരുന്നുണ്ട്. ആ രാശിക്കാരേതാണ്? ഇപ്പൊ മിഥുന രാശിയിലുള്ള പുണർദ നക്ഷത്രക്കാരാണെങ്കിൽ മഹാവിഷ്ണുവിനെ നിങ്ങൾ പോയിട്ട് തൊഴുത് ആ മാസം ജന്മ നക്ഷത്ര ദിവസം പക്കപ്പിറന്നാൾ ദിവസം മഹാവിഷ്ണുവിന് വഴിപാടുകൾ ചെയ്യുക. ഒരു പാൽപ്പായസം കഴിക്കുക, ഒരു തുളസി മാല അർപ്പിക്കുക, പിന്നെ ഒരു പുഷ്പാഞ്ജലി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ അതിന് വേണ്ടതായ ഉപാസന മന്ത്രങ്ങളോ ഉപാസനാമൂർത്തികൾക്ക് വേണ്ടതായ ജപങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുക. അടുത്തത് കർക്കിടക രാശിയിൽപ്പെട്ട പുണർദം അവസാനത്തെ 15 നാഴികയാണ് കർക്കിടക രാശിയിൽ വരിക. പോയ നക്ഷത്രം ആയില്യക്കാര്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ഭഗവതിയാണ് സേവിക്കേണ്ടത്. ഭഗവതിയെ സേവിക്കുക. ഈ നക്ഷത്രക്കാര് ഭഗവതി മാസത്തിൽ ജനിച്ച ആ ഒരു പക്കപ്പിറന്നാൾ നാളിൽ പോയിട്ട് ഒരു അമ്പലത്തിൽ പോയിട്ട് ഒരു ഭഗവതിയുടെ അമ്പലത്തിൽ പോയിട്ട് ഭഗവതി സേവ ചെയ്യുക. പൗർണമി നാളില് വെളുത്ത പക്ഷത്തില് വ്രതമനുഷ്ഠിച്ച് അന്ന് സഹസ്രാർച്ചന, ഭഗവതിക്ക് സഹസ്രനാമാർച്ചന നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മാത്രമല്ല ഭഗവതിയുടെ മന്ത്രങ്ങളും പാരായണങ്ങൾ, ലളിതാ സഹസ്രനാമം ഇതൊക്കെ പാരായണം ചെയ്താൽ നമ്മുടെ ഗ്രഹപ്പിഴകളൊക്കെ മാറും. അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഇനി ചിങ്ങൻ രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരാണെങ്കിൽ ഇവര് ഈ ഉത്രം അവസാനത്തെ ആദ്യത്തെ 15 നാഴിക നക്ഷത്രത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ ആദിത്യ ഭഗവാനെയാണ് ഉപാസിക്കേണ്ടത്. സൂര്യഭഗവാനെയാണ് ഉപാസിക്കേണ്ടത്. പിന്നെ പിതൃക്കളുണ്ട്. അതിൽ ആദിത്യ ഭഗവാൻ ഉപാസിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. ഈ ചിങ്ങക്കൂറിൽപ്പെട്ട ഈ 3 നക്ഷത്രക്കാര് അവര് എല്ലാം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും സൂര്യദേവൻ ആദിത്യന് വിശേഷാൽ പൂജകളൊക്കെ നടത്തുക, ആദിത്യ ക്ഷേത്രത്തിൽ പോവുക, ആദിത്യന് വഴിപാടുകൾ നടത്തുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സഹസ്രനാമാർച്ചന നടത്തുക, ആദിത്യന്റെ സഹസ്രനാമാർച്ചന നടത്തുക. ആദിത്യനെ നിങ്ങളുടെ ഉപാസനാമൂർത്തിയായിട്ട് ദേവതയായിട്ട് ഉപാസിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി കന്നി രാശിയിൽപ്പെട്ട ഉത്രം അവസാനത്തെ നാഴിക, അത്തം, ചിത്തിരക്കാര് ചെയ്യേണ്ടത് ശ്രീ മഹാവിഷ്ണുവിനെയാണ് ഇവർ ഉപാസിക്കേണ്ടത്. മഹാവിഷ്ണുവിനെ ഉപാസിച്ചിട്ട് എല്ലാ ബുധനാഴ്ചയും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് പുഷ്പാഞ്ജലി ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് മഹാവിഷ്ണുവിൻ്റെ വിഷ്ണു സഹസ്രനാമം എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യുകയൊക്കെ ചെയ്താൽ ഗ്രഹപ്പിഴകളൊക്കെ മാറി മാസത്തിലൊരിക്കൽ ഭഗവാന് പാലഭിഷേകമൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രഹപ്പിഴാദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര 30 നാഴിക, ചോതി, വിശാഖം 45 നാഴിക, വിശാഖം ആദ്യത്തെ 45 നാഴികയിൽപ്പെട്ടവരാണ് എങ്കിൽ അവര് ശ്രീ സത്യനാരായണ മൂർത്തിയെ ഉപാസിക്കുക. സത്യനാരായണ മൂർത്തിയെ ഉപാസിച്ചിട്ട് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഈ നക്ഷത്രക്കാര്, ഈ രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാര് അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം ഗ്രഹത്തിൽ തന്നെ വെച്ചിട്ട് സത്യനാരായണ പൂജ നടത്തുക. അങ്ങനെ ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്ക് അത് വളരെ ഫലപ്രദമാണ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗുരുവിനെയോ ഒരു തിരുമേനിയോ ഒരു ആചാര്യനെയോ വിളിച്ചിരുത്തിട്ട് വീട്ടിലിരുന്ന് തന്നെ സത്യനാരായണ പൂജ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ പറയുന്ന രീതിയിലുള്ള ഒരു സത്യനാരായണ പൂജ നടത്തി ആ ഉപാസനാമൂർത്തിയെ ദേവതയെ നിങ്ങൾ ഉപാസിക്കാം. വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം 15 നാഴിക അനിഴ തൃക്കേട്ട നക്ഷത്രക്കാരാണെങ്കിൽ നിത്യേന ദുർഗാദേവിയാണ് സേവിക്കേണ്ടത്. ദുർഗാദേവിയെ വെള്ളപ്പൂക്കൾ കൊണ്ട് പൂജ ചെയ്യുക, വെള്ളപ്പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാം. ചൊവ്വാഴ്ച ദിവസം വ്രതമനുഷ്ഠിച്ച് ദുർഗാക്ഷേത്ര ദർശനം നടത്താം. സമയദോഷത്താൽ ഉണ്ടാകുന്ന സകല ദോഷങ്ങളും ദുരിതങ്ങളും ഈ വൃശ്ചികൻ രാശിയിലുള്ളവർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ദുർഗയെ ഉപാസിച്ചു കഴിഞ്ഞാൽ മാറും. ദുർഗയാണ് നിങ്ങളുടെ ദേവത. ധനുരാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടം 15 നാഴികയിൽപ്പെട്ട ആളുകൾ ശ്രീ ദക്ഷിണാമൂർത്തിയാണ് ഉപാസിക്കേണ്ടത്. ഈ നക്ഷത്രക്കാർ ദക്ഷിണാമൂർത്തിയെ ഉപാസിക്കുക. നിങ്ങളുടെ ദേവതയായിട്ട് ദക്ഷിണാമൂർത്തിയെ നിങ്ങൾ ഉൾക്കൊള്ളുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതം ആചരിച്ചിട്ട് മത്സ്യമാംസാദിയൊന്നും കഴിക്കാതെ വ്രതം ആചരിച്ചിട്ട് ഈ വ്രതശുദ്ധിയോടുകൂടി ദക്ഷിണാമൂർത്തിക്ക് വേണ്ട വഴിപാടുകൾ, ദക്ഷിണാമൂർത്തിക്ക് വിളക്ക് കൊളുത്തുക, ദക്ഷിണാമൂർത്തിക്ക് പുഷ്പാഞ്ജലി ചെയ്യുക. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ദക്ഷിണാമൂർത്തിയെ ഭജിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹപ്പിഴാദോഷങ്ങളൊക്കെ മാറും. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ദോഷം വരുന്നുണ്ടെങ്കിൽ ഈ രാശിയിലുള്ളവര് ദക്ഷിണാമൂർത്തിയെ വ്യാഴാഴ്ച ദിവസം ദക്ഷിണാമൂർത്തിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ വൻ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം 45 അവസാനത്തെ 45 നാഴിക, തിരുവോണം നക്ഷത്രം, അവിട്ടം നക്ഷത്രക്കാർക്ക് മനക്ലേശങ്ങൾ മാറുന്നതിനും നിങ്ങളുടെ ഉപാസനാമൂർത്തിയാണ് ശനീശ്വരൻ. മകരം രാശിയിലുള്ളവരുടെ ഉപാസനാമൂർത്തി ശനീശ്വരനാണ്. ശനീശ്വരൻ ഉപാസിക്കുക. ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ ഉപാസിക്കാം. ഇവർ ശനിയാഴ്ച തോറും ഇവർ ചെയ്യേണ്ടത് എല്ലാ ശനിയാഴ്ച തോറും വ്രതമെടുക്കുക. മത്സ്യമാംസമൊന്നും കഴിക്കാതെ ഒരിക്കലും ഊണ് നിർബന്ധമാക്കുക. ശനീശ്വര പ്രീതിക്കായിട്ട് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ദിവസം ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുക. ഉപ്പിടാതെ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മധുരമുള്ളത് കേട്ടോ. അപ്പോൾ ചോദിക്കും മഞ്ഞപ്പിത്തം പിടിച്ചിട്ടുണ്ടോയെന്ന്. മഞ്ഞപ്പിത്തം പിടിച്ചവർ കഴിക്കുന്ന പോലെ ഉപ്പില്ലാതെ ശനിയാഴ്ച ദിവസം, മകരം രാശിയിലുള്ളവർ നിങ്ങൾക്ക് ദോഷ സമയമാണെന്നുണ്ടെങ്കിൽ ഉപ്പില്ലാത്ത ഭക്ഷണം ശനിയാഴ്ച ദിവസം കഴിക്കുക. മധുരമുള്ളത് മാത്രം കഴിച്ചോളാം. സന്ധ്യാസമയം കഴിഞ്ഞ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് ദോഷങ്ങൾ മാറും.
ഉപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ തന്നെ പകുതി ദോഷങ്ങൾക്ക് കാഠിന്യം കുറഞ്ഞിരിക്കും. ഈ രാശിയിൽപ്പെട്ട ആളുകൾ അങ്ങനെ ചെയ്യുക. അടുത്തത് കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരോരുട്ടാതി നക്ഷത്രക്കാര്. ഇവര് ശ്രീ ആഞ്ജനേയ സ്വാമിയെ, ഹനുമാൻ സ്വാമിയാണ് ഉപാസിക്കേണ്ടത്. ഇവരുടെ ദേവത ആഞ്ജനേയ സ്വാമിയാണ്. ഇവര് ആഞ്ജനേയ സ്വാമി ഉപാസിക്കുമ്പോൾ ഇവരുടെ ജന്മനക്ഷത്രം പക്കപ്പിറന്നാളിന് വെറ്റില മാല ചാർത്തുക, നാരങ്ങ മാല ചാർത്തുക. വെറ്റിലമാലയൊക്കെ ഭയങ്കര വിശേഷ ഹനുമാന്. അത് ചെയ്യുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിക്ക് അർച്ചന നടത്തുക. പിന്നെ വട നേദ്യം നടത്തുക. പക്കപ്പിറന്നാളിന് നാരങ്ങമാല ചാർത്തി ഹനുമാന് കയ്യിൽ തൃക്കൈയിൽ വെണ്ണ സമർപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുംഭൻ രാശിയിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് മാറിക്കോളും. പിന്നെ രാശിയിലുള്ളതാണ് ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാട്. മീനൻ രാശിയിൽപ്പെട്ട പുരോരുട്ടാതി അവസാന ഭാഗം, രേവതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാര്. ഇവര് ശ്രീ പരമേശിവനെയാണ്, അതായത് മഹാദേവനെയാണ് ഇവർ ഉപാസിക്കേണ്ടത്. ഓം നമ ശിവായ എന്ന് നടക്കുമ്പോൾ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം പറഞ്ഞാൽ തന്നെ ഈ രാശിക്കാർക്ക് വളരെ വിശേഷമാണ്, അത്യുത്തമമാണ്. ഭഗവാന് ശനിയാഴ്ച ദിവസത്തിൽ ഇളനീരഭിഷേകം നടത്തുക. ശനിയാഴ്ച പോയിട്ട് നിർമാല്യ ദർശന സമയത്ത് പോയിട്ട് ഈ രാശിക്കാർ പോയിട്ട് ഇളനീരഭിഷേകം നടത്തുക. ഭഗവാന് വില്ലുപത്രാദി, അതായത് കൂവളത്തിൻ്റെ ഇല കൊണ്ട് മാല സമർപ്പിക്കുക, ധാര നടത്തുക. ഇതൊക്കെ ചെയ്ത് ശനിയാഴ്ച വ്രതം എടുക്കുന്നതും ഗ്രഹദോഷ ശാന്തിക്ക് അത്യുത്തമമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഉപാസനാമൂർത്തിയെ നമ്മൾ എല്ലായ്പ്പോഴും മനസ്സിൽ ഓർത്തുകൊണ്ട് നടക്കുകയും അവർക്ക് വേണ്ട ജപങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പാരായണം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നമ്മുടെ ഗ്രഹദോഷങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും.